പാലക്കാട് എം.എൽ.എയും യുവരാഷ്ട്രീയ നേതാവുമായ രാഹുൽ മാങ്കൂട്ടം നിരവധി ദിവസങ്ങളായി ജയിൽവാസം അനുഷ്ഠിക്കുകയാണ്. അയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബലാത്സംഗ കേസിൽ അറസ്റ്റിലായതിനെ തുടർന്നാണ് രാഹുൽ ഇപ്പോൾ ജയിൽവാസം അനുഷ്ഠിക്കുന്നത്. രാഹുലിനെതിരെ കേരള പോലീസ് ഏതാനും ദിവസങ്ങൾക്കിടയിൽ 3 ബലാത്സംഗ കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ 1ഉം 3ഉം കേസുകളിലെ പരാതിക്കാർ എന്ന് പറയുന്നത് വിവാഹിതരായ യുവതികളാണ്. രണ്ടാമത്തെ കേസിലെ പരാതിക്കാരി പറയുന്നത് വിവാഹ വാഗ്ദാനം നൽകി തന്നെ നാട്ടിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം രാഹുൽ ഹോം സ്റ്റേയിലെത്തിച്ച് പീഡിപ്പിച്ചു എന്നാണ്. 1ഉം 3ഉം കേസുകളിലെ പരാതിക്കാരായ യുവതികൾ രാഹുലുമായുള്ള ബന്ധത്തെ തുടർന്ന് ഗർഭിണികളാകുകയും 1ആം കേസിലെ പരാതിക്കാരിയെ രാഹുൽ നിർബന്ധിച്ച് അശാസ്ത്രീയമായ ഗർഭചിത്രത്തിന് വിധേയയാക്കി എന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട്. 3ാമത്തെ കേസിലെ പരാതിക്കാരിയുടെ മൊഴിയനുസരിച്ച് താൻ രാഹുലുമായുള്ള ബന്ധത്തെ തുടർന്ന് ഗർഭം ധരിക്കുകയും അതിനുശേഷം മാനസിക സമ്മർദ്ദം മൂലം ഗർഭം അലസിപ്പോവുകയും ചെയ്തു എന്നാണ്. ഏതൊക്കെയാണെങ്കിലും പരാതി ഉയർന്ന സമയത്ത് അല്ലെങ്കിൽ പരാതിക്ക് ആധാരമായ സംഭവം നടന്ന സമയത്ത് 1ഉം 3ഉം കേസുകളിലെ പരാതിക്കാർ നിയമപരമായി വിവാഹമോചനം പോലും നേടിയിട്ടില്ലായിരുന്നു എന്ന വസ്തുതയും ഈ ഘട്ടത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതാണ്. 1ാമത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടം മുൻകൂർ ജാമ്യവുമായി ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് രാഹുലിൻ്റെ അറസ്റ്റ് അന്തിമ വിധി വരെ തടഞ്ഞുകൊണ്ട് ഒരു ഇടക്കാല വിധി ഹൈക്കോടതി പുറപ്പെടുവിക്കുകയുമായിരുന്നു. 2ാമത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് തിരുവനന്തപുരം സെഷൻസ് കോടതി തന്നെ മുൻകൂർ ജാമ്യം അനുവദിക്കുകയും ചെയ്തു. ഈ 2 കേസുകളിലും രാഹുലിൻ്റെ അറസ്റ്റ് നടക്കാതെ പോയതിനാൽ 3ാമത്തെ കേസ് അതീവ രഹസ്യമായി സൂക്ഷിച്ചു വെച്ചുകൊണ്ട് അതിനാടകീയമായി അർദ്ധരാത്രിയിൽ പാലക്കാട്ട് എം.എൽ.എ തങ്ങിയിരുന്ന ഹോട്ടലിലെത്തിയാണ് പോലീസ് സംഘം രാഹുലിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതും പിന്നീട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തതുമെല്ലാം. ഈ കേസിൻ്റെ വസ്തുതകൾ പരിശോധിക്കുമ്പോൾ പരാതിക്കാരായ 3 യുവതികളുമായും തനിക്ക് ബന്ധമുണ്ടായിരുന്നുവെന്ന് രാഹുൽ മാങ്കൂട്ടം തന്നെ സമ്മതിക്കുന്നുണ്ട്. ജാമ്യ ഹർജികളിലാണ് രാഹുൽ മാങ്കൂട്ടം ഈ സമ്മതം നടത്തുന്നത്. ഈ 3 യുവതികളുമായി തനിക്ക് ബന്ധമുണ്ടായിരുന്നുവെന്നും ഇവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നുവെന്നും എന്നാൽ ഇത് പരസ്പര സമ്മതത്തോടുകൂടിയുള്ള ഒരു ശാരീരിക ബന്ധമായിരുന്നു എന്ന വാദമുഖമാണ് രാഹുൽ മാങ്കൂട്ടം മുന്നോട്ട് വെക്കുന്നത്. രാഹുൽ ഇപ്പോൾ ഇന്ത്യയിൽ പൊതുവെ നിരവധി കേസുകളിൽ സ്വീകരിച്ചു വരുന്ന ഒരു ഡിഫൻസ് തന്നെയാണ് ഈ കേസുകളിലും സ്വീകരിച്ചിട്ടുള്ളത്. അതായത് ബന്ധത്തിലായിരിക്കുമ്പോൾ പരസ്പര സമ്മതത്തോടുകൂടി ശരീരം പങ്കിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക, തുടർന്ന് ബന്ധത്തിൽ വിള്ളൽ വീഴുന്നതിനെ തുടർന്ന് ബലാത്സംഗ പരാതിയുമായി പോലീസിനെ സമീപിക്കുക എന്ന സമീപനമാണ് തൻ്റെ കേസുകളിലും നടന്നിട്ടുള്ളത് എന്ന വാദമുഖം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം എന്ന നേതാവ് മുന്നോട്ട് പോകുന്നത്. ഏതൊക്കെയാണെങ്കിലും അയാൾ അതുകൊണ്ട് തന്നെയാണ് ഈ ആത്മവിശ്വാസത്തിൻ്റെ പേരിലാണ് ഈ വിവാദങ്ങൾ ഉണ്ടായ ഘട്ടങ്ങളിലെല്ലാം മാധ്യമങ്ങളോട് ഈ രാജ്യത്തെ ഒരു നിയമവും താൻ ലംഘിച്ചിട്ടില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നതും. നമുക്കറിയാം, ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ, ഒരു സ്ത്രീയുടെ അനുവാദമില്ലാതെ അവരുടെ ശരീരത്തിൽ സ്പർശിക്കുന്നത് പോലും നമ്മുടെ രാജ്യത്ത് കുറ്റകരമായ, വളരെ ഗൗരവകരമായ ശിക്ഷ കിട്ടുവാൻ സാധ്യതകളുള്ള ഒരു കുറ്റകൃത്യമാണ്. അങ്ങനെയുള്ളപ്പോഴാണ് യുവരാഷ്ട്രീയ നേതാവായ രാഹുൽ മാങ്കൂട്ടം 3 സ്ത്രീകളെ അല്ലെങ്കിൽ 3 യുവതികളെ അവരുടെ അനുവാദമില്ലാതെ, സമ്മതമില്ലാതെ ക്രൂരമായി ബലം കൊണ്ട് കീഴ്പ്പെടുത്തി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന നിലയിൽ പരാതി ഉയർന്നിരിക്കുന്നതും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾക്കെതിരെ കേസുകൾ എടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ 3ാമത്തെ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ തെളിവുകളും ചില ട്വിസ്റ്റുകളുമാണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് അയാളെ പ്രതിരോധത്തിലാക്കുന്ന വാട്സപ്പ് ചാറ്റ് സ്ക്രീൻഷോട്ടുകളും അതുപോലെ തന്നെ ഫോൺ കോളുകളുടെ ശബ്ദരേഖയുമെല്ലാം വളരെ ആഘോഷമായി കേരളത്തിലെ മുഖ്യധാരാ വാർത്താ ചാനലുകൾ സംപ്രേഷണം ചെയ്യുകയും അതിൻ്റെ പേരിൽ രാഹുലിനെതിരെ മാധ്യമ വിചാരണ അഴിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട്. രാഹുലിനെ കുറ്റക്കാരൻ എന്ന് മുദ്ര കുത്തുവാനുള്ള വല്ലാത്തൊരു വ്യഗ്രതയും ഇത്തരത്തിലുള്ള മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് പലവട്ടം ആവർത്തിച്ചുണ്ടായിട്ടുള്ളതും പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. ഒരു പരിധിവരെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രാഹുലിന് പൊതുസമൂഹത്തിൽ നിന്ന് വലിയ രീതിയിലുള്ള പിന്തുണ ഇത്ര ഗുരുതരമായ കേസുകളിൽ പ്രതിയായിട്ടും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കുന്ന, അയാളുടെ വാദമുഖങ്ങളെ സാധൂകരിക്കുന്ന ചില വാട്സപ്പ് ചാറ്റ് സ്ക്രീൻഷോട്ടുകളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വന്നിട്ടുള്ളത്. 3ാമത്തെ കേസിലെ പരാതിക്കാരിയുടേതെന്ന് താൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രാഹുലിൻ്റെ അടുത്ത സുഹൃത്തും മനസാക്ഷി സൂക്ഷിപ്പുകാരനും KSUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ഫെനി നയനാനാണ് ഈ ചാറ്റ് സ്ക്രീൻഷോട്ടുകൾ പുറത്തുവിട്ടിട്ടുള്ളത്. മുഖ്യധാരാ മാധ്യമങ്ങളെ താൻ ഈ ചാറ്റ് സ്ക്രീൻഷോട്ടുകൾ പബ്ലിഷ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സമീപിച്ചപ്പോൾ അവർ അതിന് തയ്യാറായില്ല. കാരണം അതിനുള്ളിൽ രാഹുലിനെ അനുകൂലിക്കുന്ന കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് തങ്ങൾ അതിന് തയ്യാറാവാത്തത് എന്ന് വെളിപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ താനിത് സമൂഹ മാധ്യമത്തിലൂടെ പുറത്തുവിടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫെനി നയനാൻ ഈ സ്ക്രീൻഷോട്ടുകൾ ഇന്ന് ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുള്ളത്.
ഇതിന് മുന്നോടിയായി ഇന്നലെ തന്നെ ഫെനി നൈനാൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചില ഗുരുതരമായ ആക്ഷേപങ്ങൾ പരാതിക്കാരിയായ യുവതിയെക്കുറിച്ച് ഉന്നയിച്ചിരുന്നു. അതായത് പരാതിക്കാരിയായ യുവതി 2024 ഏപ്രിൽ 8 ബലാത്സംഗത്തിന് വിധേയയായി എന്ന് പറയപ്പെടുമ്പോൾ താൻ വിശ്വസിക്കുന്ന പെൺകുട്ടിയാണ് അല്ലെങ്കിൽ യുവതിയാണ് പരാതിക്കാരിയെങ്കിൽ അവർ താനുമായി പോലും 2025 ഒക്ടോബർ മാസം വരെ ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന വെളിപ്പെടുത്തലാണ് ഫെനി നൈനാൻ നടത്തിയിട്ടുള്ളത്. ഇതുകൂടാതെ ഈ സംഭവം നടന്ന് വളരെ കാലങ്ങൾക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് KSUവിൻ്റെ ഒരു രാഷ്ട്രീയ പരിപാടി സംഘടിപ്പിക്കുന്നതിനായി 5000 രൂപ KSUവിന് ഫെനി നൈനാനിലൂടെ ഇവർ സംഭാവന നൽകിയിട്ടുണ്ട് എന്ന ആക്ഷേപവും ഫെനി ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉന്നയിച്ചിരുന്നു. ഏതൊക്കെയാണെങ്കിലും ഇതിനെ തുടർന്ന് തനിക്കെതിരെ ഗുരുതരമായ സൈബർ ആക്രമണം കൂടി ഉണ്ടായ പശ്ചാത്തലത്തിലാണ് ഈ തെളിവുകൾ പുറത്തുവിടുന്നതെന്നും രാഹുലിൻ്റെ ജാമ്യ ഹർജിയുടെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ അഭിഭാഷകന് താൻ ഈ തെളിവുകൾ കൈമാറിയിട്ടുണ്ടെന്നും വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഫെനി ഈ ചാറ്റ് സ്ക്രീൻഷോട്ടുകൾ പുറത്തുവിട്ടിട്ടുള്ളത്. വളരെ സുദീർഘമായിട്ടുള്ള ഒരു ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ടുകളാണ് ഫെനി പുറത്തുവിട്ടിട്ടുള്ളത്. ഈ ചാറ്റ് സ്ക്രീൻഷോട്ടുകളിൽ പരാതിക്കാരിയെക്കുറിച്ച് വ്യക്തിപരമായി അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന യാതൊരു വസ്തുതകളും ഉൾക്കൊള്ളിച്ചിട്ടില്ല എന്ന മുൻകൂർ ജാമ്യവും ഫെനി സ്വീകരിക്കുന്നുണ്ട്. ഈ ചാറ്റിൻ്റെ ഒരു വശത്ത് ഫെനി പരാതിക്കാരി എന്ന് വിശ്വസിക്കുന്ന യുവതിയും മറുവശത്ത് ഫെനി നൈനാൻ തന്നെയുമാണുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തെ നേരിൽ കാണാൻ സൗകര്യം ഒരുക്കണമെന്ന ആവശ്യവുമായി ഫെനി നൈനാനുമായിട്ടാണ് ഈ യുവതി അല്ലെങ്കിൽ പരാതിക്കാരി എന്ന് ഫെനി വിശ്വസിക്കുന്ന യുവതി ചാറ്റ് ചെയ്യുന്നത്. തനിക്ക് രാഹുലിനെ സ്വകാര്യമായി കാണണമെന്ന ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. എപ്പോഴാണെങ്കിലും കുഴപ്പമില്ല, ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം തനിക്ക് രാഹുലിനെ കാണാൻ സാഹചര്യം ഒരുക്കണം എന്ന ഒരു ആവശ്യവുമായിട്ടാണ് ഇവർ ഫെനിയെ സമീപിക്കുന്നത്. തുടർന്ന് MLA ഓഫീസിൽ വെച്ച് കാണാമെന്ന നിർദ്ദേശം രാഹുലിൽ നിന്ന് ലഭിച്ചതനുസരിച്ച് ഫെനി ഈ യുവതിക്ക് കൈമാറുമ്പോൾ അതിന് താൻ തയ്യാറല്ല എന്നും യുവതി വ്യക്തമാക്കുന്നുണ്ട്. രാഹുലിൻ്റെ ഫ്ലാറ്റിലാണ് താൻ കാണാൻ താല്പര്യപ്പെടുന്നതെന്നും അവിടെയാകുമ്പോൾ വളരെ സ്വസ്ഥമായും സ്വകാര്യമായും ഇരുന്ന് സംസാരിക്കാനുള്ള സാഹചര്യമുണ്ടെന്നും ഏറ്റവും ചുരുങ്ങിയത് 3-4 മണിക്കൂറെങ്കിലും രാഹുലിനൊപ്പം ചെലവിടണമെന്ന ആവശ്യവുമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. ഫ്ലാറ്റിൽ സെക്യൂരിറ്റിയുണ്ട്, പോലീസുണ്ട്, ആരെങ്കിലും വന്നാൽ അതവർ മുകളിൽ അറിയിക്കുമെന്ന് ഫെനി പറയുമ്പോൾ അത് കുഴപ്പമില്ല, താൻ ഒരു സുഹൃത്തിനൊപ്പമാണ് എത്തുന്നതെന്നും രാത്രിയാണെങ്കിലും രാഹുലിനെ കാണുവാൻ തനിക്ക് അസൗകര്യമില്ല എന്നും ഇവർ പറയുന്നുണ്ട്. സുഹൃത്ത് തന്നെ അവിടെ തന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് പൊയ്ക്കൊള്ളുമെന്നും യുവതി പറയുന്നുണ്ട്. MLA ഓഫീസിലേക്ക് വരുവാൻ തനിക്ക് താല്പര്യമില്ല എന്നും അവിടെ പബ്ലിക്കും സ്റ്റാഫുമൊക്കെ ഉള്ളതല്ലേ എന്നും യുവതി ഈ ചാറ്റുകളിൽ ചോദിക്കുന്നുണ്ട്. പ്രൈവസി ഉറപ്പാക്കാമെങ്കിൽ ഒരു ഘട്ടത്തിൽ MLA ഓഫീസിലേക്ക് വരാനുള്ള സന്നദ്ധതയും യുവതി അറിയിക്കുന്നുണ്ട്. എന്നാൽ യുവതി മുഖ്യമായും ഉയർത്തിക്കാട്ടുന്ന 2 കാര്യങ്ങളെന്ന് പറയുന്നത് രാഹുലിന് തിരക്കില്ലാത്ത ഒരു ദിവസം നേരിട്ട് കാണണം, അത് രാത്രിയാണെങ്കിലും പകലാണെങ്കിലും കുഴപ്പമില്ല, ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ മാസത്തിൽ തന്നെ ഈ കൂടിക്കാഴ്ച നടക്കണം എന്നൊക്കെയാണ്. താൻ രാഹുലിനെ കാണുന്നത് വളരെ സ്വസ്ഥമായിരുന്ന് രാഹുലുമായി സംസാരിക്കാനാണെന്നും യുവതി വ്യക്തമാക്കുന്നുണ്ട്. ഫ്ലാറ്റിൽ വെച്ച് കാണാൻ സൗകര്യമില്ല എങ്കിൽ യുവതി തന്നെ മറ്റൊരു ഓപ്ഷനും ഇവിടെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് താൻ കൊണ്ടുവരുന്ന കാറിൽ രാഹുൽ കയറിയാൽ ഒരു ഡ്രൈവ് പോകാമെന്നും അത്തരത്തിൽ 2-3 മണിക്കൂർ രാഹുലിനൊപ്പം ഇരുന്ന് സ്വസ്ഥമായി ചെലവഴിക്കാമെന്നുമുള്ള ആഗ്രഹവും യുവതി വെളിപ്പെടുത്തുന്നുണ്ട്. ഈ ചാറ്റുകളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്കതിലെ തീയതി പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സംഭാഷണങ്ങൾ നടന്നിട്ടുള്ളത് 2025 ഒക്ടോബറിലാണെന്നാണ്. എന്നാൽ മൂന്നാമതായി രാഹുലിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബലാത്സംഗ കേസിൽ യുവതിയുടെ മൊഴി അനുസരിച്ച് രാഹുൽ ഇവരെ ബലമായി പീഡിപ്പിച്ചത് 2024 ഏപ്രിൽ മാസം 8 അതായത് ഈ സംഭവം നടന്ന് അല്ലെങ്കിൽ പീഡനം നടന്ന് 1.25 വർഷത്തിനിപ്പുറം രാഹുലിനെ, തൻ്റെ പീഡകനെ സ്വസ്ഥമായി സംസാരിക്കുവാനായി 3-4 മണിക്കൂർ കാണാനുള്ള സൗകര്യം കിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അയാളുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ ആത്മസുഹൃത്തിനെ ഈ യുവതി ബന്ധപ്പെടുമ്പോൾ സ്വാഭാവികമായും ഇത് പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ഒരു ബന്ധമായിരുന്നില്ലേ എന്ന സംശയം സാധാരണക്കാരായ മനുഷ്യർക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഏതൊക്കെയാണെങ്കിലും ഈ ചാറ്റ് സ്ക്രീൻഷോട്ടുകളുടെ ഒരു വശത്തുള്ളത് പരാതിക്കാരിയായ യുവതിയാണെങ്കിൽ ഒരു കാര്യത്തിൽ തർക്കമില്ല, രാഹുലുമായുള്ള ബന്ധം തുടരുവാൻ അവർ ഏറെ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അവരെ സ്വകാര്യമായി കാണുന്നതിന് രാഹുലിന് ചില വിമുഖതകളും ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ ഈ ബന്ധത്തിൽ വിള്ളൽ വീണതിൻ്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു വ്യാജ പരാതിയുമായി യുവതി പോലീസിനെ സമീപിച്ചതാണ് എന്ന രാഹുലിൻ്റെ പക്ഷത്തിന് കൂടുതൽ ബലം നൽകുന്നതാണ് ഈ തെളിവുകൾ. എന്നാൽ ഈ തെളിവുകളുടെ ആധികാരികതയെ സംബന്ധിച്ച് നമുക്ക് ഈ ഘട്ടത്തിൽ ഒന്നും പറയാൻ സാധിക്കുകയില്ല. ഫെനി നൈനാൻ്റെ ഫോൺ പിടിച്ചെടുത്ത് ശാസ്ത്രീയമായ പരിശോധനകൾ പൂർത്തിയാക്കുന്ന ഘട്ടത്തിൽ മാത്രമേ ഇതിൻ്റെ ആധികാരികത ഉറപ്പിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഇവിടെയും ഫെനി ചെറിയൊരു ജാമ്യം എടുത്തിട്ടുണ്ട് എന്നതും നാം ഓർക്കേണ്ടതാണ്. പരാതിക്കാരി എന്ന് താൻ വിശ്വസിക്കുന്ന യുവതിയുടെ ചാറ്റുകളാണെന്നാണ് ഫെനി പറഞ്ഞിട്ടുള്ളത്.
ഏതൊക്കെയാണെങ്കിലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് നിർണായക ചർച്ചകളും വാദപ്രതിവാദങ്ങളും ഉയർന്നു വരും എന്ന കാര്യത്തിലും തർക്കമില്ല. പക്ഷേ ഇവിടെ ഒരു കാര്യം പ്രത്യേകമായി എടുത്തു പറയേണ്ടതുണ്ട്. രാഹുലിനെ പ്രതിരോധത്തിലാക്കുന്ന ചാറ്റുകളും ശബ്ദരേഖകളും പുറത്തുവിട്ട മാധ്യമങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു ചാറ്റ് കയ്യിൽ കിട്ടുമ്പോൾ അത് സംപ്രേഷണം ചെയ്യുവാനുള്ള ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു എന്നതാണത്. ഒരു വിഷയത്തിൽ നിഷ്പക്ഷത പാലിച്ചുകൊണ്ട് രണ്ടു ഭാഗങ്ങളും ലോകത്തെ അറിയിക്കുക എന്ന ഉത്തരവാദിത്തം മാധ്യമങ്ങൾ ഏറ്റെടുക്കാതെ രാഹുൽ മാങ്കൂട്ടം എന്ന നേതാവിനെയും അതുവഴി അയാൾ പ്രതിനിധീകരിച്ചിരുന്ന കോൺഗ്രസിനെയും UDFിനെയും വേട്ടയാടുന്ന ഒരു സമീപനം കേരളത്തിലെ ചില മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്നും ഉണ്ടാകുന്നത് നിർഭാഗ്യകരമാണ് എന്നുകൂടി പറഞ്ഞു വെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.